ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ ഞാൻ ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഒരു പാതിരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാ ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്താണെന്ന് എനിക്ക് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന്. അപ്പോ ആ അമ്മ പറഞ്ഞു ആ മകനെ അറിയില്ലെന്ന്. അതോടെ തീർന്നു കിട്ടി ഊരും പേരൊക്കെ. അപ്പുറത്തെ മുറിയിലിരിക്കുന്ന ആ വലിയ മനുഷ്യനില്ലേ, അദ്ദേഹത്തെ പേരാ മഹേഷ്. ഹലോ മാണിക്യം. മമ്മൂട്ടിയുടെ രാജമാണിക്യം സിനിമയൊക്കെ ഞാനും കുറെ കണ്ടതാ. സിനിമയോ? അപ്പോ ചന്ദ്രാമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇത്രയും നേരം ഇയാള് പറഞ്ഞത് സിനിമാ കഥയാ. അതെ, താൻ ആരാണെന്നും എന്താണെന്നും ഇവിടെ ആർക്കും അറിയണ്ട, പോരെ? ഞാൻ സത്യം പറയാൻ കുട്ടി, എന്റെ അച്ഛൻ എന്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാ. എന്റെ അമ്മ അതുകൊണ്ട് പറയല്ല, വലിയ അഹങ്കാരിയാ. പിന്നെ അമ്മ എവിടെ വീട്ടു ജോലിക്ക് നിൽക്കുന്നു എന്നാണ് പറഞ്ഞതോ? അഹങ്കാരിയായ എന്താ, വീട് ജോലിക്ക് പോയിക്കൂടെ? താൻ ഇത്രയും അഹങ്കാരിയായിട്ടും വീട് ജോലിക്ക് നിൽക്കുമല്ലേ? മിണ്ടാതെ നിന്നെ കഥ കേട്ടോ. എന്റെ അച്ഛനൊരു പാവ, അമ്മ അഹങ്കാരിയും. തനിക്കറിയോ, എന്റെ അമ്മ ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല. അവരെനിക്ക് ഒന്ന് അമ്മയെന്ന് വിളിക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. തനിക്ക് തോന്നും ഇങ്ങനെയുള്ള അമ്മമാരുണ്ടോ എന്ന്. എന്നാ എനിക്കുണ്ട്. ഇത്രയും ദുഷ്ടയായ ഒരു അമ്മയെ കിട്ടിയതോർത്ത് ഞാൻ എന്നും എന്നെ തന്നെ ശപിക്കും. എന്നെ ഒന്ന് മോനെന്ന് വിളിക്കാൻ, എന്റെ തലയിൽ തലോടാൻ, എന്നെ വാത്സല്യം കൊണ്ട് പൊതിയാൻ ആഗ്രഹമില്ലാത്ത ഒരമ്മയുടെ മകനാ ഞാൻ. എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയാൽ മതിയായിരുന്നെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. സ്നേഹം കാണിക്കാത്തൊരു അമ്മ എന്തിനാ എനിക്ക്? ഒരിക്കലും ആ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, അംഗീകരിക്കാനും പറ്റില്ല. തനിക്കും വിഷമായല്ലേ? എന്റെ കാര്യം ഓർത്ത് താൻ സങ്കടപ്പെടേണ്ട ചിന്നു. ഞാനല്ല. ചന്ദ്രാമേ, എന്തു പറ്റി? ചന്ദ്രാമേ, എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ചന്ദ്രാമ ഇങ്ങനെ കരഞ്ഞാലോ?